നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ മര്യാദയ്ക്ക് അവിടുത്തെ പേര് പറയാൻ പോലുമുള്ള ഈമാൻ അവർക്കില്ല. എന്നിട്ട് സാധാരണക്കാരെ പറയും പോലെ, അല്ല സാധാരണക്കാരെ കളിയാക്കി പറയും പോലെ റസൂലുള്ളാഹിന്റെ പേര് ഒരു മൗലവി പറയുന്നത് ഇവിടെ കേൾക്കാം. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക. അതെ, അപ്പോൾ പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്ന പേര്. എന്നാൽ അറിയുമോ, ആ മലക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കയറിപ്പോവുകയാണ് ജബലുൻ നൂർ. എത്രമാത്രം പ്രയാസമാണ് കയറാൻ. ആ ജബലുൻ നൂറിനുള്ള പ്രത്യേകത എന്താണ്? ഏകാന്തമായി അല്ലാഹുവിനെ ആലോചിച്ച് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ്. മാത്രമല്ല, മുൻഗാമികളായ അമ്പിയാക്കന്മാരവിടെ ഇബാദത്തിന് തെരഞ്ഞെടുത്ത സ്ഥലമാണ്. ബറക്കത്തെടുക്കാൻ വേണ്ടി പോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, അവിടെ ഇരുന്നാൽ കൃത്യമായി കഅബാലയം കാണാം. അതും മാത്രമല്ല, അവിടേക്ക് കയറി ചെല്ലുമ്പോ മല വിളിക്കുകയാണ്, ഇലയ്യ യാ റസൂലല്ലാഹ്, ഇലയ്യ യാ റസൂലല്ലാഹ്, ഇലയ്യ യാ റസൂലല്ലാഹ്. ഹിറാ ഗുഹ വിളിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇങ്ങോട്ട് വരൂ റസൂലേ എന്നാണ് വിളിക്കുന്നത്. ഇവരെ പോലെ റസൂലുള്ളാഹിന്റെ പേര് കളിയാക്കിയിട്ടല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പോലും നേരെ പറയാൻ ഈമാനില്ലാത്തവർ, ഈ കക്ഷികളെ റസൂലുള്ളാഹിനോട് മുഹബ്ബത്തുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കിതാബുകളിൽ കാണാം ആ ഗുഹ വിളിച്ചത് ഇലയ്യ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ വരൂ. മാ മറർതു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. ഒരൊറ്റ കല്ലും മരത്തിന്റെയും അടുത്തുകൂടി നടന്നു പോകുമ്പോ സലാം പറയാറുണ്ടായിരുന്നു. കല്ലിനറിയാം ഹബീബിനെ, മരത്തിനറിയാം ഹബീബിനെ, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അറിയാം ഹബീബിനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 140ഓളം മണിക്കൂറിന്റെ സീഡികൾ ഉണ്ട്. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടു പോകണം. അതിൽ ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഹബീബിനെ എങ്ങനെ അറിഞ്ഞു എന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോ സ്ഥലത്തിനറിയാം ഹബീബ് ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മര്യാദ പോലും ഇവർക്ക് പറയാത്തത് ഇത്ര ഗൗരവമായിട്ട് എടുക്കണോ നിങ്ങൾ തോന്നിപ്പോകും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ അല്ലാഹു തആല പേരിട്ട് വിളിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ ആ പേര് ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഉദ്ധരിക്കാൻ എന്റെ നാവിന് പാടില്ല. ഞാൻ ഹബീബിനെ ഇഷ്ടപ്പെടുന്നയാളാണ്. അർഹതയില്ലെങ്കിലും അത് അവകാശപ്പെടുന്ന ആളാണ്. അല്ലാഹുമ്മ ജഅൽനീ മിൻ ഉശ്ശാഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. നിങ്ങൾ നോക്കൂ, ചെറിയ കാര്യമല്ലല്ലോ അത്. ഖുർആനിൽ അല്ലാഹു തആല വിളിച്ചു, യാ യഹ്യ, യാ ഇബ്രാഹിം, യാ മൂസ. എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചു നേരിട്ട് പേരിട്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചോ യാ മുഹമ്മദൂന്ന്? വിളിച്ചിട്ടില്ല.
ശൈനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കാണിക്കാനാണ്. അള്ളാഹ് നബിയെ വിളിച്ചുകൂടാത്തത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കാണിക്കാനാണ് വിളിച്ചത്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അങ്ങനെ ഓരോ സ്ഥാനപ്പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ അവിടുത്തെയുമായി ചേർന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നേരിട്ട് പേരിട്ട് വിളിച്ചിട്ടില്ല. അതാണ് ഖുർആനിന്റെ ബഹുമാനം. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇസ്ദ് ബിൻ അബ്ദുസ്സലാം പറയുന്നുണ്ട്, അയിമ്മത്ത് നിവേദനം ചെയ്യുന്നുണ്ട്, അൽ-അംനു വൽ ഉലയിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും ഉന്നതനായ സൃഷ്ടി എന്ന് വിശദീകരിക്കുന്ന കിതാബിൽ കാണാം. ദുആയിൽ പോലും, അതായത് ചില ദുആയിൽ വന്നിട്ടില്ലേ യാ മുഹമ്മദ് എന്ന് വന്നിട്ടുണ്ട് ചില ദുആയിൽ. ആ ദുആയിൽ പോലും അങ്ങനെ പറഞ്ഞു ദുആ ചെയ്തുകൂടാ. അവിടെയും യാ അയ്യുഹർ റസൂൽ എന്ന് ചേർക്കണം എന്ന് ഇസ്ദ് ബിൻ അബ്ദുസ്സലാം വിശദീകരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് അതാ ഉദ്ധരിക്കാൻ പോലും മര്യാദ കാണിക്കാതെ അവിടുത്തെ പേരിനെ വളച്ചൊടിച്ച് വൃത്തികേടാക്കിയിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ചതിയിൽ പെട്ടുപോകല്ലേ ഉമ്മമാരെ.